ബട്ടൂര, ചപ്പാത്തി, പൂരി ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ചന മസാല, അതായത് ചോള മസാലയാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത്. ഈ കറി പുട്ടിൻ്റെയും ഇടിയപ്പത്തിൻ്റെയും കൂടെ നല്ലൊരു സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ചന മസാല തയ്യാറാക്കാൻ 1 കപ്പ് വെള്ളക്കടല 8 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ചെറിയ പീസ് കറുവപ്പട്ട, 3 ഗ്രാമ്പൂ, 1 ഏലക്കായ, ഉപ്പ് ഇതെല്ലാം കുക്കറിലേക്ക് ഇട്ട് കടല വേവിക്കാൻ ആവശ്യമായ വെള്ളവും ഒഴിച്ച് കടല വേവിക്കണം. കടല വേവുന്ന സമയം കൊണ്ട് ഇതിലേക്ക് വേണ്ട മസാല തയ്യാറാക്കാം. മീഡിയം സൈസിലുള്ള 3 സവാള ചെറുതാക്കി അരിഞ്ഞ് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒട്ടും വെള്ളം ചേർക്കാതെ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. ഇതുപോലെ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. അടുത്തതായി നന്നായി പഴുത്ത 2 തക്കാളി ചെറുതാക്കി അരിഞ്ഞ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം. കൂടെ 10 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളക്, ചെറിയ പീസ് ഇഞ്ചി ഇതെല്ലാം കൂടിയിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. ഇനി ഒരു കടായിയോ പാനോ ചൂടാക്കി 1 ടേബിൾ സ്പൂൺ ഏതെങ്കിലും ഒരു റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കൂടെ 1 ടീസ്പൂൺ ബട്ടർ അല്ലെങ്കിൽ നെയ്യ് കൂടി പാനിലേക്ക് ഇട്ട് കൊടുക്കണം. ഓയിൽ ചൂടായാൽ 1 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് ജീരകം പൊട്ടിത്തുടങ്ങുമ്പോൾ 2 പിഞ്ച് അജ്വൻ, അതായത് അയമോദകവും പാനിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം 1/4 ടീസ്പൂണിന് താഴെ കായത്തിന്റെ പൊടി കൂടി ചേർത്ത് നേരത്തെ അരച്ചു വെച്ച സവാളയുടെ പേസ്റ്റ് പാനിലേക്ക് ഇട്ട് ഇളക്കി കൊടുക്കണം. സവാള നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നതുവരെ വഴറ്റണം. പാനിൽ പിടിക്കുന്നത് പോലെ തോന്നിയാൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് ഇളക്കി നല്ല പോലെ വഴറ്റിയെടുക്കണം. ഇപ്പോൾ സവാള നന്നായി വഴണ്ടു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1/2 ടീസ്പൂൺ ആംചൂർ പൗഡർ ഇതെല്ലാം പാനിലേക്കിട്ട് പൊടികൾ മൂപ്പിച്ചെടുക്കണം. ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പൊടികൾ ചേർക്കുമ്പോൾ നല്ല ജീരകത്തിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. ഞാൻ ആ സമയത്ത് ചേർത്ത് കൊടുക്കാൻ മറന്നതുകൊണ്ട് ഇപ്പോഴാണ് നല്ല ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. പൊടികളുടെ പച്ചമണം മാറി പൊടികൾ മൂത്ത് വരുമ്പോൾ തക്കാളിയും വെളുത്തുള്ളിയും അരച്ചെടുത്തത് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊരു 5-6 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വഴറ്റിയെടുക്കണം. ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി ഇതിൻ്റെയൊക്കെ പച്ചമണം മാറി നന്നായിട്ടൊന്ന് വെന്ത് വരണം. ഇപ്പോൾ തക്കാളിയൊക്കെ വെന്ത് എണ്ണ തിരിഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് 1 കപ്പ് ചൂടുവെള്ളം പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഉപ്പ് കൂടി ചേർത്ത് നേരത്തെ വേവിച്ചെടുത്ത കടല പാനിലേക്കിട്ട് ഇളക്കി മിക്സ് ചെയ്യണം. വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് പട്ടയും ഗ്രാമ്പും ഒക്കെ നമുക്ക് കറിയിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇനി ഗ്രേവിക്ക് ആവശ്യമായ അളവിൽ ചൂടുവെള്ളം ഒഴിച്ച് സ്റ്റൗവിൻ്റെ ഫ്ലെയിം ലോ ആക്കി 5-6 മിനിറ്റ് തിളപ്പിക്കണം. എന്നാലേ മസാലയൊക്കെ കടലയിലേക്ക് പിടിക്കുകയുള്ളൂ. 6 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് കറി തിളപ്പിച്ച് കറി കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് 1/4 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ കസൂരി മേത്തി ചൂടാക്കി പൊടിച്ചതും കറിയിലേക്ക് ചേർത്ത് മിക്സ് ചെയ്യണം. കുറച്ച് കടല ഇതുപോലെ ഉടച്ചു കൊടുത്താൽ ഗ്രേവിക്ക് നല്ല കൊഴുപ്പ് കിട്ടും. ചന മസാല റെഡി ആയിട്ടുണ്ട്. അവസാനമായി ചെറിയ പീസ് ഇഞ്ചി നീളത്തിൽ അരിഞ്ഞതും 1 പച്ചമുളക് അരിഞ്ഞതും 1 പിടി മല്ലിയിലയും കൂടി ചേർത്ത് സ്റ്റവ് ഓഫ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യണം. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്